ഒരാൾ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടികൾ. ഒരു കാര്യം ഞാൻ ആലോചിച്ചാണ്, എന്നെ 2013 ചുട്ടുകരിക്കാൻ ശ്രമിച്ച ഒരാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ലൈവായിട്ടില്ല എന്ന അഭിമാനത്തോടെ നിങ്ങൾ ഓർത്തു നോക്കണം. ഓരോരുത്തരും പേര് ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു 4-5 പേര് എന്നെ വളഞ്ഞു നിന്ന് ആക്രമിച്ച ഒരു 4-5 പേര് കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെട്ടു. അതാണ് കാര്യം. ഇവിടെ പി കെ ശശിയേട്ടൻ പറഞ്ഞ കറക്റ്റല്ലേ? അസത്യത്തിന് കൂട്ടുനിന്നാൽ അസത്യം പ്രവർത്തിക്കുന്നവൻ കരിഞ്ഞ് ചാമ്പലാവും. സത്യത്തിലൂടെ എന്നും തിളങ്ങി തന്നെ നിൽക്കും. ഒരല്പം മങ്ങലൊക്കെ ആദ്യം കാണും, പക്ഷെ തുടച്ചുടച്ച് വരുമ്പോൾ അതിന്റെ തിളക്കം കൂടി വരുത്തിരും. ഞാൻ സത്യത്തിൽ വിശ്വസിക്കും. എൻ്റെ ദൈവം സത്യമാണ്. ഞാനൊരു ജാതി മത ചിന്തക്കാരനല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാനൊരു മതചിന്തക്കാരനല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, മനുഷ്യനെ സ്നേഹിക്കാൻ വേണമെന്ന് എല്ലാ വേദങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഒരാളോട് നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഒരു കാര്യമൊന്നും നടന്നില്ലെന്നുള്ളൂ. നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ തന്നെ അവർക്കൊരു ആശ്വാസമാണ്. ഒരു രോഗി ഒരു സ്ഥലത്ത് കിടക്കും, നമുക്ക് മരുന്ന് കൊടുക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ ഡോക്ടറും അല്ല. ഒന്ന് സമാധാനപ്പെടുത്തിയാൽ സാന്ത്വന സ്പർശം അത് ആ രോഗിയിൽ വലിയ ഉണർവുണ്ടാക്കും. ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹത്തിന് സഹായിക്കും. എന്ന് പറഞ്ഞതുപോലെ നല്ലത് ചെയ്യുന്നവരെ നിങ്ങൾ തഴുകണം, ചീത്ത ചെയ്യുന്നവരെ പുറം കൈകൊണ്ട് തട്ടിക്കളയുകയും ചെയ്യണം എന്നാണ് എനിക്ക് സ്നേഹത്തോട് പറയാനുള്ളത്. നാടിനൊരു നന്മയുണ്ടാകുമെങ്കിൽ അവിടെ ചെറിയ കേസുകളുമായി നടക്കുന്നത് ശരിയല്ല. അപഖ്യാതികൾ ആളുകളെ പറ്റി പ്രചരിക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടേണ്ട ഒരു വലിയ സമൂഹത്തിനാണ്. ഒരു വലിയ സമൂഹത്തിന് ഒരുപക്ഷെ പലതും നഷ്ടപ്പെടും. ഇപ്പൊ പി കെ ശശി ആക്രമിക്കുകയാണ്. അതിന്റെ കുഴപ്പം എന്താ? വേറെ കുഴപ്പമൊന്നുമില്ല. ഈ വക സ്ഥാപനങ്ങൾ നടന്നു പോകുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുകയും അനേകം അധ്യാപകർക്കും അധ്യാപികമാർക്കും ജോലി നൽകിയിരിക്കുന്ന ഈ ബഹത്ത വലിയൊരു സ്ഥാപനം അത് തകർന്നു വീഴുമ്പോൾ തകരുന്നത് പി കെ ശശിയല്ല, ഒരു മഹത്തായ പ്രസ്ഥാനവും അതിനെ വിശ്വസിച്ചും അതിനെ ആശ്രയിച്ചും ജീവിച്ചവരും ഇവിടെ നിന്ന് പഠിച്ചു പുറത്തുപോയി വലിയ ഉന്നത നിലകളെത്തിയ കുട്ടികളെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പൂർവ്വ വിദ്യാലയം നശിച്ചു മണ്ണോട് ചേരാൻ ഇടയാക്കുന്നു. ആര് സ്ഥിരമാക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നല്ല, കേരളത്തിന്റെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെടും എന്നോർത്തുള്ളൂ. മനുഷ്യ സത്യം തിരിച്ചറിയാം. നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇങ്ങനെ ഒരു സാധനം പൊക്കി കാണിക്കുകയും ചെയ്യുക. എന്നാ പിടിച്ചോ, കണ്ടോ, അത് അതിനകത്ത് എല്ലാ തെളിവുണ്ടെന്ന് പറയും. കടലാസ് കൊണ്ടോ തെളിവുകൊണ്ടെന്ന് കൊണ്ടോ കള്ളം പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത് എന്ന് ഞാൻ പറയുന്നു. ഒരു നല്ല മനുഷ്യനാണ്. പി കെ ശശിയെ കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാം, എവിടെയും പറയും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും മികച്ച ചെയർമാനാണ്. ഏറ്റവും നല്ല നിലയിലാണ് ഹോട്ടലുകളെല്ലാം, KTDCയുടെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ. എന്റെ നാട്ടിൽ ഒരു സ്ഥാപനമുണ്ട്, അവിടെയെല്ലാം വളരെ മോശമായി കിടന്നാണ്. പക്ഷെ ഇന്നതെല്ലാം നല്ല നിലയിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയുന്ന, വൃത്തിയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല സ്ഥലങ്ങളായി, നല്ല ആഹാരം തരുന്ന, വായിക്ക് രുചിയുള്ള ആഹാരം മാത്രമല്ല വയറ്റിൽ ദോഷമില്ലാത്ത ആഹാരവും തരുന്ന ഒരു നല്ല സ്ഥലമായി, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് KTDCയിൽ കിട്ടിയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. പക്ഷെ അതല്ല, ക്ഷമയോടെ ഇരുന്ന് അത് പരിഹരിച്ചു കൊടുക്കാൻ പലരും എന്നെ സമീപിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കും, കൃത്യമായി അവരെ സഹായിക്കും. അത് പോലീസ് കേസാണെങ്കിലും എന്ത് കാര്യം, അത് MLA അല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒരു സ്നേഹത്തോടെയുള്ള സമീപനമുണ്ട്. ആരാണ് വന്നത്, അവരുടെ രാഷ്ട്രീയം എന്താ, അദ്ദേഹം പ്രസംഗിച്ചതല്ലോ, ഇവിടെ ഇരിക്കുന്നവരുടെ രാഷ്ട്രീയം, ഈ വേദിയിലിരിക്കുന്നവരുടെയും സദസ്സിലിരിക്കുന്നവരുടെയും രാഷ്ട്രീയം നോക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ്. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്. തരിയുടെ പാർട്ടികളെന്ന് ഞാൻ അടുപ്പിക്കുന്ന സ്വഭാവം എനിക്കില്ല. അത് ചിലർക്ക് തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചില ആളുകളെ പറ്റി പറയുമ്പോൾ മനുഷ്യന് ആകാംക്ഷ ഉണ്ടാവും, എന്താണ് അയാളെ പറ്റി പറയുന്നത് ചാനലിൽ കാണുമ്പോഴത്തേക്കും. അതൊരവസരമായി ഉപയോഗിക്കുക. അത് ആപത്തായി മാറിയിരിക്കുകയാണ്. നമുക്ക് റേറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളെ കാറ്റ് പോയത് തന്നെ. ഏതൊരു മനുഷ്യനും ഈ നാടിന് നന്മ ചെയ്താൽ നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നന്മ ചെയ്യാൻ ഒരുത്തൻ ഒരുങ്ങിയാൽ അവനെ വേറെ പിണ്ണാക്ക് കേസുകളുമായിട്ട് വന്ന് മെനക്കെടുക്കാൻ നോക്കും. സത്യമല്ലേ? പേരെടുത്ത ഒരുത്തനെ പറ്റി ഒരു പരാതി പറഞ്ഞാൽ, ഒരു പ്രസ്താവന കൊടുത്താൽ എല്ലാ പത്രത്തിലും അടിക്കും. കായുള്ള മരത്തിൽ കല്ലെറിഞ്ഞാലേ ആരാണ്ട് എറിഞ്ഞെന്നറിയോ? അല്ലാതെ പഴമില്ലാത്ത മരത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞാൽ ആരെങ്കിലും അറിയോ എന്തോ ഇത് നടക്കുന്നത്? ഏതോ രക്തം കല്ലുറക്കി എറിയുന്ന പ്രാന്താന്ന് വിചാരിക്കും. ഇതൊരു തരം പ്രാന്താണ്. ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പി കെ ശശിയുടെ പ്രവർത്തനങ്ങൾ, അതിനെ കൈവാരി തേക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യമേ ജയിക്കുകയുള്ളൂ. സത്യമേവ ജയതേ എന്ന് ഭാരതത്തിന്റെ മുദ്രാവാക്യമായി ജയിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ, കള്ളം പറയുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്യാമെങ്കിൽ നമ്മൾ മിടുക്കനാണെന്ന് എല്ലാവരും പറയും. നമ്മൾ ഭയങ്കര മിടുക്കനാണെന്ന് പറയും. പക്ഷെ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പലപ്പോഴും കത്തിച്ചാമ്പലാക്കാൻ ശ്രമിച്ചിട്ടും അവിടെ നിന്ന് ഞാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നിന്റെ ഉള്ളിലെ സത്യസന്ധതയും സ്നേഹവും കൊണ്ടാണ് കയറി വന്നതെന്ന് പറയും. അത് കിട്ടും, പാലക്കാട് കിട്ടുമെങ്കിൽ രാമശ്ശേരി ഇതിലേക്ക് വലിയ വിലയുണ്ട് ഇല്ല. അപ്പൊ അതിനുവേണ്ടി ഒരു ടൂറിസം തന്നെയാണ്, അതിനുവേണ്ടി പാലക്കാടേക്ക് വരിക.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു രംഗത്തും അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും തെളിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി ഞാൻ കാണുന്നത് ഒരു നല്ല മനുഷ്യൻ. ഞാൻ ഈ ടിവിയെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വിഷമൊന്നും, പിന്നെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിനേക്കാളും വലുത് തിന്നിട്ടിരിക്കുകയാണ്. തീ വിഴുങ്ങിയ പക്ഷി എന്ന് പറയില്ല, അത് പറയാം. നമ്മൾ തീ വിഴുങ്ങിയ പക്ഷിയാണ്. തീ വിഴുങ്ങിയ പക്ഷി എന്നൊരു പക്ഷിയുണ്ട്. തീയൊന്നും വിഴുങ്ങത്തില്ല, എന്നാലും തീ വിഴുങ്ങിയ പക്ഷി കഴുത്തിൽ ഒരു തീയുടെ ചുവപ്പ് കളറുണ്ട്, മൃഗശാലയിലൊക്കെ കാണാം. അതുപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പണ്ട് ഈ ബസ് സ്റ്റേഷനിലൊക്കെ ഒരു പരസ്യം വെച്ചേക്കും. PK ശശിയെ കുറിച്ച് പറയേണ്ട ഇതേ കാര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കരിങ്കുരങ്ങിന്റെ ഒരു പടം എല്ലായിടത്തും വയ്ക്കും. അതിന് അടിയിൽ എഴുതിയിട്ടുണ്ട്, എന്നിൽ ഔഷധ പോലും ഇല്ല, എന്നെ ജീവിക്കാൻ അനുവദിക്കും. PK ശശിയുടെ പടം കൊടുത്തിട്ട് അതിനടിയിൽ ഇദ്ദേഹത്തിൽ വലിയ ഔഷധ മൂല്യമൊന്നുമില്ല, പിഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നുമില്ല, അദ്ദേഹത്തെ വിട്ടേക്കൂ എന്നാണ് ശരിക്കും പറഞ്ഞാൽ വെക്കുന്നത്. ഞാനിത് പറയുമായിരുന്നു നേരത്തെ, എന്നിൽ ഔഷധ മൂല്യം ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും.